ഞാൻ ഡെവലപ്പ് ചെയ്തതിൻ്റെ കാൽക്കുലേറ്റർ ഒന്ന് പരിചയപ്പെടുത്താം. ഇതിൽ സിപ്പ് കാൽക്കുലേറ്റർ ഉണ്ട്, ലംസം ഉണ്ട്, CAGR ഉണ്ട്, ഇൻഷുറൻസ് കാൽക്കുലേറ്റർ ഉണ്ട്, XIRR ഉണ്ട്, റിവേഴ്സ് CAGR ഉണ്ട്. ഇതിൽ സിപ്പ് എല്ലാവർക്കും പരിചയമുള്ള കാൽക്കുലേറ്റർ ആയിരിക്കും. ഇതിൽ രണ്ടുണ്ട്. ഒന്ന് നമുക്ക് നമ്മുടെ ഒരു ഗോൾ എമൗണ്ട് നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇത്ര എമൗണ്ട് വേണം എങ്കിൽ എത്ര സിപ്പ് ചെയ്യണം എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ നമുക്ക് ഈ ഗോൾ എമൗണ്ട് എന്നിലൂടെ ടൈപ്പ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 50 ലക്ഷം രൂപ വേണം. നമുക്കതിൽ നമ്മൾ 50 ലക്ഷം രൂപയാണ് വേണ്ടത്. ഒരു 15% റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 10 വർഷമാണ് സിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ കണക്കൂട്ടിയിട്ട് എടുക്കാം എത്ര സിപ്പ് ചെയ്യണമെന്ന്. അറൗണ്ട് ഒരു 19,000 രൂപ സിപ്പ് ചെയ്യുവാണെങ്കിൽ 15% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നമുക്കത് 50 ലക്ഷമായിട്ടുണ്ടാവും. ഇവിടെ നേരെ തിരിഞ്ഞിട്ടാണ് നമ്മളൊരു തുക സിപ്പ് ചെയ്യുന്നു, മന്ത്ലി ആഗ്രഹിക്കുന്നു. ഇവിടെ 20,000 രൂപ നമ്മൾ സിപ്പ് ചെയ്യുന്നു, ഒരു 15% നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നു. ഇത് ഒരു 20 വർഷമാണ് ചെയ്യുന്നതെങ്കിൽ 20 വർഷമാകുമ്പോൾ എത്ര എമൗണ്ട് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാനാണ് ഈ കാൽക്കുലേറ്റർ ഉള്ളത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ രണ്ട് കാൽക്കുലേറ്റർ സിപ്പിലുണ്ട്. ലംസം കാൽക്കുലേറ്റർ അവിടെയുണ്ട്, CAGR ഉണ്ട്, ഇൻഷുറൻസ് ഒരു CAGR കൂടെ എന്ന് പറയാം. ഈ CAGR കാൽക്കുലേറ്റർ നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിലോ ഒന്നുമല്ല, അതല്ലാതെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ലാൻഡ് വാങ്ങി, ഒരു 10 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. അത് വിൽക്കുമ്പോൾ നമുക്ക് 20 ലക്ഷം രൂപ തിരിച്ച് കിട്ടി. 10 ലക്ഷം രൂപ ലാഭമാണ്. അബ്സല്യൂട്ട് റിട്ടേൺ 100%. ഈ അബ്സല്യൂട്ട് റിട്ടേണിൽ എന്തില്ല, വർഷം പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായ റിട്ടേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് റിട്ടേൺ അറിയേണ്ടത് വർഷത്തിൽ എത്ര കിട്ടിയെന്നാണ്. നമ്മുടെ 100 രൂപ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ 365 ദിവസം ഹോൾഡ് ചെയ്യുമ്പം അതിൽ നിന്ന് എത്ര രൂപ തിരിച്ച് കിട്ടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ 10 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി 20 ലക്ഷത്തിന് വിൽക്കുമ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, ഇതറിയില്ല. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം 20 ലക്ഷം രൂപ നമുക്ക് തിരിച്ച് കിട്ടി. പക്ഷേ ഈ ലാൻഡ് വാങ്ങിയിട്ട് നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിട്ടേൺ നോക്കണമെങ്കിൽ നമ്മൾ കണക്കൂട്ടിയാക്കി കേട്ടോ, അറൗണ്ട് 7% നമുക്ക് അതിൽ റിട്ടേൺ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇയർലി റിട്ടേൺ കിട്ടിയാൽ മാത്രമേ നമുക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ലാൻഡിൻ്റെ കേസിലൊന്നും ആളുകൾ ഇത് കമ്പാരിസൺ നടക്കാത്തതുകൊണ്ട്, ഇയർലി റിട്ടേൺ കണക്ക് കൂട്ടാത്തതും കൊണ്ടും പലപ്പോഴും വലിയ റിട്ടേൺ കിട്ടിയെന്നൊക്കെ കരുതുന്നുണ്ട്. പലപ്പോഴൊക്കെ റിട്ടേൺ ഇതോ അല്ലെങ്കിൽ ഇതിനായിട്ട് കുറച്ചെടുത്തോ, അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലാൻഡിന് വലിയ ഡിമാൻഡ് കൂടിയെടുത്തൊക്കെ ആണെങ്കിൽ നോർമലി ഒക്കെ ഇത്രയൊക്കെ തന്നെയാണ് കിട്ടുക. 10 വർഷം കൊണ്ട് ഡബിൾ ആയാൽ പോലും 7% റിട്ടേൺ ഉള്ളൂ. ഇനിയുള്ളത് ഇൻഷുറൻസ് കാൽക്കുലേറ്ററാണ്. ഈ കാൽക്കുലേറ്റർ കുറച്ച് എനിക്കിത് പറയേണ്ടി വരും, കാരണം ഇതങ്ങനെ സാധാരണ കാണാത്തൊരു കാൽക്കുലേറ്ററാണ്. ഇൻഷുറൻസ് റിട്ടേൺ കാൽക്കുലേറ്റർ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ വരും. ഉദാഹരണം കണ്ടു, ഇവിടെ ഒരു പ്ലാന്. ഹലോ, ടാറ്റയുടെ പുതിയ അടിപൊളി പ്ലാൻ വന്നെന്ന് അറിഞ്ഞു. അതെ, ടാറ്റ പുതിയ ഷോർട്ട് ടൈം പ്ലാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുവാണ്. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാൽ 7 വർഷം അല്ലേ? 7 വർഷം അടച്ചാൽ മതി. 15ാമത്തെ വർഷം മുതൽ എപ്പോ വേണമെങ്കിലും നമുക്ക് മുഴുവൻ എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്ന രീതിയിൽ. അടിപൊളി, ഒന്ന് പറഞ്ഞേ. അതായത് നമ്മൾ 7 വർഷത്തേക്ക് എല്ലാ പ്ലാനുകളും 7 വർഷത്തേക്കാണ് അടയ്ക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞാൽ 15ാമത്തെ വർഷം തൊട്ട് എപ്പോ വേണേലും വിഡ്രോ ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വരിക എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് നമ്മൾ അടയ്ക്കണമെങ്കിൽ 15ാമത്തെ വർഷം നമുക്ക് 13 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. 2 ലക്ഷം രൂപയാണെങ്കിൽ 26 ലക്ഷം രൂപ. മൂന്നാമത്തെ 3 ലക്ഷം ആണെങ്കിൽ 39 ലക്ഷം. ഗുണനപ്പട്ടികയാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഈ ഒന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് താഴേക്ക് കിട്ടും. ഇവിടെ ഗുണനപ്പട്ടിക താഴെ കുറച്ച് തെറ്റിയിട്ടുണ്ട്. 5 ലക്ഷം ആണെങ്കിൽ 65 ശരിക്കും, 5 × 13 ഇവിടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, 1 ലക്ഷം രൂപ അധികമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ നമുക്ക് മനസ്സിലാക്കണം. ഇതിപ്പം പലതവണ ക്യാഷ് ഫ്ലോ വരുവാണ്. മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ വരുമ്പം നമുക്ക് നോർമൽ റിട്ടേൺ ശതമാനം കാണുന്ന രീതിയിൽ ശതമാനം കാണാൻ കഴിയില്ല. നമ്മൾ അബ്സല്യൂട്ട് റിട്ടേൺ കാണുന്ന പോലെ കിട്ടിയ നമ്മൾ വിൽക്കുമ്പോൾ ഉള്ള എമൗണ്ട് അല്ലെങ്കിൽ തിരിച്ചെടുക്കുമ്പോൾ ഉള്ള എമൗണ്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തു മൈനസ് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടും, പിന്നെ അതിൻ്റെ ശതമാനം അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇത് കാണണമെങ്കിൽ CAGR ഉപയോഗിക്കാൻ കഴിയില്ല. CAGRൽ എന്തേ ഉള്ളൂ, ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ വാല്യൂ, വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ ഇടയിലുള്ള ഇത് ഈ എമൗണ്ടിന് നമുക്ക് സമയം നൽകാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ ക്യാഷ്, ഇപ്പോൾ ആദ്യത്തെ 1 ലക്ഷം മാത്രമാണ് 15 വർഷം ഹോൾഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ 1 ലക്ഷം 14 വർഷമാണ്. മൂന്നാമത്തെ 1 ലക്ഷം 12 വർഷമാണ്. ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഓരോ ടൈമിനും വ്യത്യസ്ത വാല്യൂ ഉണ്ട്, ടൈം വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ഇത് കാണണമെങ്കിൽ ഉള്ളൊരു കാൽക്കുലേറ്ററാണ് ഇവിടെ ഞാൻ ആക്കിയിട്ടുള്ളത്, ഇൻഷുറൻസ് പ്രീമിയം റിട്ടേൺ കാൽക്കുലേറ്റർ. ഇവിടെ നമ്മളിപ്പോൾ ഈ കണ്ട പ്ലാനിൻ്റെ ആദ്യം നമ്മളിവിടെ ഇൻഷുറൻസ് പ്രീമിയം ഉണ്ടാവും, മണി ബാക്ക് ഉണ്ടാവും, മെച്യൂരിറ്റി എമൗണ്ട് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ ഉണ്ട്. ആദ്യം നമ്മൾ പ്രീമിയം സെലക്ട് ചെയ്തിട്ട് ഈ അടക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ 1 ലക്ഷം രൂപയാണ്. ഞാനിപ്പോൾ ഇതിൽ 6 വർഷത്തെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1 വർഷത്തെയും കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഇനിയിപ്പോൾ 2026 തുടങ്ങിയാലാണ് 2032 ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ 7ാമത്തെ അടവ് വരിക. അത് ഞാൻ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ 7 വർഷം 6 തവണയായിട്ട് 7 ലക്ഷം രൂപ ആഡ് ചെയ്തു. ഇനിയുള്ളത് മെച്യൂരിറ്റി എമൗണ്ട് ആണ്. ഇവിടെ മെച്യൂരിറ്റി സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന തുക എത്രയാണ്, ഈ അടിപൊളി പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് അധികം കിട്ടും, 13 ലക്ഷം രൂപ കിട്ടും.
13 ലക്ഷം രൂപ അടിപൊളി പ്ലാൻ ആയതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് 13 ലക്ഷം സെലക്ട് ചെയ്തു. ഇനി എപ്പോഴാണ് ഇത് കിട്ടുക? 2026 തുടങ്ങുന്ന ആൾക്ക് 15 വർഷം ആകുമ്പോഴാണ് കിട്ടുക. അഥവാ 2041 കിട്ടുക. 2041 ഈ 13 ലക്ഷം രൂപ തിരിച്ച് കിട്ടും. ഇത് നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്തു? നമ്മൾ 7 ലക്ഷം രൂപ പ്രീമിയം ആഡ് ചെയ്തു, മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ടുള്ള 13 ലക്ഷം ആഡ് ചെയ്തു. ഇനി ഇവിടെ റിസൾട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റിട്ടേൺ കിട്ടും. കേട്ടോ, അടിപൊളി പ്ലാൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം റിട്ടേൺ ഇതിലുണ്ട്. 5.24%, അഥവാ 5% താഴെ നമുക്ക് കിട്ടും. ഇത് അടിപൊളി ആയതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അടിപൊളി അല്ലാത്തതിൽ കുറച്ച് കുറയും ഇതിൽ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു വാണിംഗ് വന്നു, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാത്ത റിട്ടേൺ ആണ്, നന്നായി പഠിച്ച ശേഷം നിക്ഷേപ തീരുമാനം എടുക്കുക. അവിടെ ഒരു വാണിംഗും വന്നിട്ടുണ്ട്. ഇതാണ് ഇൻഷുറൻസ് റിട്ടേൺ കാൽക്കുലേറ്റർ. അപ്പോൾ ഇത് അധികം പരിചയം ഉണ്ടാവില്ല, അധികം കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻഷുറൻസിന് ഇങ്ങനെ അടിപൊളി പ്ലാനിൻ്റെ ബ്രോഷറൊക്കെ കയ്യിൽ കിട്ടിയാൽ, ഏജൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പ്രീമിയം എപ്പോഴൊക്കെ അടക്കേണ്ടതെന്ന് ഡേറ്റ് ചോദിക്കുക, ക്യാഷ് തിരിച്ചു കിട്ടുന്ന ഡേറ്റും ചോദിക്കുക, എത്ര കിട്ടുക എന്ന് ചോദിക്കുക. ഇത് ഇതിലേക്ക് അങ്ങ് ഇൻപുട്ടായിട്ട് കൊടുത്താൽ മതി. ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പ്രീമിയം കൊടുക്കുക. ഇനി മണി ബാക്ക് ഉണ്ടെങ്കിൽ മണി ബാക്ക് സെലക്ട് ചെയ്തിട്ട് എമൗണ്ടും ഡേറ്റും കൊടുക്കുക. മെച്യൂരിറ്റി എമൗണ്ട് എത്രയാണ് അത് കൊടുക്കുക. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് വർഷത്തിൽ എത്ര കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള അടിപൊളി പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ടൊന്ന് റിട്ടേൺ ഒക്കെ കൂട്ടി നോക്കുക. അടിപൊളി ഇല്ലാത്താണെങ്കിൽ ഇനി കുറച്ചും കൂടെ കുറയും കേട്ടോ, അത് മനസ്സിലാക്കണം. അടിപൊളിയാണെങ്കിൽ ഇത്രയൊക്കെ കിട്ടും.